മടിയുടെ ഏറ്റവും അപകടകരമായ വാക്ക് ഒരുപക്ഷേ നാളെയാണ്. ഇന്ന് വേണ്ട, നാളെ ചെയ്യാം. പക്ഷേ നാളെ വീണ്ടും മറ്റൊരു നാളാകും. അങ്ങനെ ഒരു ചെറിയ ജോലി ഒരു വലിയ ജോലിയാകും. ഒരു ചെറിയ തീരുമാനം ഒരു വലിയ പ്രശ്നമാകും. അതുകൊണ്ട് ചിന്തയ്ക്കും പ്രവൃത്തിക്കും ഇടയിലുള്ള ദൂരം കുറയ്ക്കണം. ഒരു ഫോൺ ചെയ്യേണ്ടതുണ്ടോ? ഇപ്പോൾ ചെയ്യുക. ഒരു ജോലി തുടങ്ങേണ്ടതുണ്ടോ? ഇപ്പോൾ തുടങ്ങുക. ആരോടെങ്കിലും നല്ലൊരു വാക്ക് പറയണമെന്നുണ്ടോ? ഇപ്പോൾ പറയുക. ഒരു നല്ല ആശയം വന്നോ? അത് പൂർണ്ണമാകുന്നതുവരെ കാത്തിരിക്കേണ്ട. ചെറിയ രീതിയിലെങ്കിലും തുടങ്ങുക. കാരണം ലോകത്തിലെ ഏറ്റവും വിലയേറിയ കറൻസി പണം മാത്രമല്ല, സമയമാണ്. പണം നഷ്ടപ്പെട്ടാൽ വീണ്ടും സമ്പാദിക്കാം. പക്ഷേ നഷ്ടപ്പെട്ട സമയം തിരികെ വാങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് നല്ല സമയം വരുമ്പോൾ തുടങ്ങാം എന്ന ചിന്ത ഉപേക്ഷിക്കുക. നിങ്ങൾ തുടങ്ങുക. വഴികൾ പിന്നെ തെളിയും. മടിയുടെ ഏറ്റവും വലിയ പ്രശ്നം ഇന്നത്തെ നഷ്ടമല്ല. അത് പതിയെ നമ്മുടെ ഭാവിയെ മാറ്റുന്നു. ഇന്ന് ഒരു ജോലി മാറ്റിവെക്കുന്നു. നാളെ മറ്റൊന്ന്. പിന്നെ മറ്റൊന്ന്. അങ്ങനെ മാറ്റിവെക്കൽ ഒരു ശീലമാകും. ശീലങ്ങൾ ഒടുവിൽ ജീവിതമായി മാറും. മടിയുള്ള ഒരാൾക്ക് വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ സ്വപ്നവും പ്രവൃത്തിയും തമ്മിലുള്ള ദൂരം കൂടിക്കൊണ്ടിരുന്നാൽ ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകില്ല. അതുകൊണ്ട് സ്വപ്നങ്ങളിൽ മാത്രം ജീവിക്കരുത്. സ്വപ്നങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുക. ഒരു കാര്യം കൂടി ഓർക്കണം. നിങ്ങളുടെ ഭൂതകാലം എങ്ങനെയായിരുന്നാലും അതുകൊണ്ട് നിങ്ങളുടെ ഭാവി തീരുമാനിക്കപ്പെടുന്നില്ല. മോശം ഭൂതകാലമുള്ള ഒരാൾക്കും നല്ലൊരു ഭാവി സൃഷ്ടിക്കാം. അതിനു വേണ്ടത് പ്രവർത്തനമാണ്. ജീവിതത്തിൽ പരാജയങ്ങളുണ്ടാകും. വേദനകളുണ്ടാകും. പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ ശ്രമിക്കാതെ ഇരിക്കുന്നതാണ് ഏറ്റവും വലിയ പരാജയം. കാരണം ജയം ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒന്നല്ല. ദൈനംദിന പ്രവർത്തനങ്ങളുടെ ഫലമാണ് ജയം. ഇന്ന് തന്നെ ഒരു ചെറിയ കാര്യം ചെയ്യുക. നീട്ടിവെച്ചിരുന്ന ഒരു ജോലി പൂർത്തിയാക്കുക. തുടങ്ങാതെ വച്ചിരുന്ന ഒരു കാര്യം തുടങ്ങുക. എടുക്കാതെ വച്ചിരുന്ന ഒരു തീരുമാനം എടുക്കുക. കാരണം ഓരോ ദിവസവും നമുക്ക് വീണ്ടും തുടങ്ങാനുള്ള ഒരു അവസരം ലഭിക്കുന്നു. അവസാനം ഒരു കാര്യം മാത്രം ഓർക്കുക. ചിന്തയും പ്രവൃത്തിയും തമ്മിലുള്ള ദൂരമാണ് മടി. ആ ദൂരം കുറയ്ക്കാൻ തുടങ്ങുന്ന നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതവും മാറി തുടങ്ങും. മടിയെ ജയിക്കേണ്ടത് നാളെയല്ല, ഇന്ന് തന്നെയാണ്.